ആയ ബിത്തഖ്വല്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളെല്ലാം സ്വീകരിച്ച് അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ അടിയാറുകളെ കൊണ്ട് അല്ലാഹു നമ്മെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട മുഹൂർത്തങ്ങൾ നല്ല ഒരു പ്രസംഗം ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കഴിയും. ഇത് ഈ സമയത്ത് നമ്മൾ ഈ ചോദ്യോത്തരങ്ങൾക്കുള്ള സമയം ആയതുകൊണ്ട് പല ആളുകൾ അത് കാത്തിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ചില കുടുംബക്കാരൊക്കെ വീട്ടുകാരൊക്കെ എങ്ങനെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് മനസ്സിലാളല്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ്. നൂറിനാളെ പ്രായത്തിൽ ആയിരുന്നത് ജിഷാന്റെതോ അതോ രാമന്തലി ആയിരുന്നത്? സലാത്തു സലാം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? അതിന്റെ ആയിരുന്നത് യാമന്തലിയാണ്. അപ്പോ ജിഷാന്റെതുണ്ടല്ലേ? ജിഷാൻ മാഹിയുടെ ഒരു CD ഇറങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. ഞാൻ ന്യൂസ് കേട്ട് അങ്ങനെ അറിയണ്ട പുതുതായിട്ട് ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യണം ഒരു ഒഴിവുണ്ടാകുന്ന സമയത്ത്. പിന്നെ ചോദ്യം, നിസ്കാരത്തിൽ പിന്തി തുടർന്നവർ ഇമാം 2 സലാമോ 1 സലാമോ വീട്ടിയതിന് ശേഷമാണോ മഅ്മൂമിന് എഴുന്നേൽക്കേണ്ടതെന്നാണ് ചോദ്യം. നിസ്കാരത്തിൽ പിന്തി തുടരുന്നതാണ് ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഇനി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാനുള്ള ആള്. അത് അദ്ദേഹം ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കേണ്ടുന്ന ആള് ഇമാം 2 സലാം വീട്ടി കഴിഞ്ഞ ശേഷമാണോ അതോ അതല്ല 1 സലാം തന്നെ വീട്ടി കഴിഞ്ഞ ശേഷമാണോ എഴുന്നേറ്റ് നിൽക്കുന്നത്? 2 സലാം വീട്ടി കഴിഞ്ഞ ശേഷം എഴുന്നേൽക്കാൻ സുന്നത്ത്. ഒരു സലാം വീട്ടി എഴുന്നേറ്റാലും നിസ്കാരം ബാത്തിലാകൊന്നുമില്ല. പക്ഷെ സുന്നത്ത് എന്താണ്? ഇമാം 2 സലാമും വീട്ടി കഴിഞ്ഞ ശേഷം എഴുന്നേൽക്കലാണ് സുന്നത്ത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദ്, ഞാൻ മുഹമ്മദ് റഫീഖ് വിളയിൽ, മലപ്പുറം ഡിസ്ട്രിക്ട്. എന്റെ നാട്ടിലെ അബ്ദുൽ ഗഫൂർ പണിക്കര എന്ന ആളെ കഴിഞ്ഞ റമളാൻ 26 രാത്രി മുതൽ ജിദ്ദയിൽ വെച്ച് കാണാതായിരുന്നു. പടച്ചോനെ, ബന്ധുക്കൾ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇതുവരെ കണ്ടിരുന്നില്ല. ഇന്നലെ ജിദ്ദയിൽ ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റഹ്മാനായ റബ്ബേ, കാണാതായ ദിവസം തന്നെ മരിച്ചതായി സംശയിക്കുന്നു. ഇന്നത്തെ ചന്ദ്രികൽ റിപ്പോർട്ട് ഉണ്ട്. നമ്മുടെ പ്രിയ പ്രവർത്തകനായിരുന്നു. KICRൽ ദുആ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം എന്ന് അപേക്ഷിക്കുന്നു. ബൈ മുഹമ്മദ് റഫീഖ് വിളയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന് അവരുടെ പരലോക ജീവിതം സുഖാക്കി കൊടുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സുഖാക്കി കൊടുക്കട്ടെ. അവർ എല്ലാ സാലിഹായ അമലുകളും അതിന്റെ പോരായ്മ പടച്ച റബ്ബ് പരിഹരിച്ചുകൊണ്ട് അതൊക്കെ സ്വീകരിക്കുകയും അതിനൊക്കെയുള്ള പൂർണ്ണമായ സവാബ് നൽകുകയും ചെയ്യട്ടെ. അവരുടെ സാലിഹായ അമലുകളെ അല്ലാഹു തആല അവരുടെ ഖബറിൽ അവർ തുണയായി അല്ലാഹു നൽകട്ടെ. അവരുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ക്ഷമിച്ചതിനുള്ള പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകട്ടെ. അല്ലാഹു സ്വർഗ്ഗലോകത്ത് നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂടട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നത്? എന്റെ നാട്ടിലെ അബ്ദുൽ ഗഫൂർ പണിക്കര എന്ന ആളെ. അത് അബ്ദുൽ ഗഫൂർ പണിക്കര. എല്ലാവരും സാധിക്കുന്ന ആളുകൾക്ക് മയ്യിത്ത് നിസ്കാരത്തിനൊക്കെ പേര് കൊടുക്കണം എന്ന് അറിയിക്കും കൂടി ചെയ്യാം. പിന്നെ ഇമാം ഖുനൂത്ത് ഓതിയില്ലെങ്കിൽ സഹീന്റെ സുന്നത്തില്ലേ? അത് ഇമാമിന്റെ മറദിക്ക് ഇമാമ് മറന്നുകൊണ്ട് സുന്നത്തിൽപ്പെട്ട എന്തെങ്കിലും ഉപേക്ഷിച്ചു,
അതല്ലെങ്കിൽ കരുതിക്കുട്ടി തന്നെ ഉപയോഗിച്ച് നിൽക്കുക. എന്നാലും മഹ്മൂമിന് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇമാമ സലാം വിട്ടി കഴിഞ്ഞ ശേഷം മഹ്മൂം എന്തുണ്ട്? സഹവിന്റെ സുജൂദ് ചെയ്ത് സലാം വിട്ടു. അങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട്. അങ്ങനല്ലോ പറയാൻ ഇത് മഹല്ലിലല്ലേ. ഇമാമ് സലാം വിട്ട് പിന്നെ സഹവിന്റെ സുജൂദ് ചെയ്യാൻ അഭ്യാസത്ത് പഠിച്ചിട്ടുള്ള മാത്രമല്ല, ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പക്ഷെ ഇമാം എന്ത് ചെയ്തില്ല? സഹവിന്റെ സുജൂദ് ചെയ്തിട്ടില്ല. എന്നാൽ മഅ്മൂമിന് സഹവിന്റെ സുജൂദ് ചെയ്യാൻ സുന്നത്തുണ്ട്, ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. സുന്നത്ത് കഴിക്കാത്ത കുട്ടികൾ തൊട്ടാൽ വുളു മുറിയുമോ? ഇത് സുന്നത്ത് കഴിക്കാത്ത കുട്ടികൾ തൊട്ടാൽ വുളു മുറിയുമോന്നോ? എന്താ സുന്നത്ത്? എന്താ സ്വത്തിന്റെ ഉദ്ദേശം? സുന്നത്ത് കഴിക്കട്ടെ കഴിക്കാതിരിക്കട്ടെ അതല്ല വിഷയം. തൊട്ടാൽ വുളു മുറിയുന്ന ആളാണോ എന്നുള്ളതാണ്. അതായത് ഉമ്മ മകനെ തൊട്ടാൽ വുളു മുറിയില്ലല്ലോ, സഹോദരിമാർ അങ്ങോട്ട് തൊട്ടാൽ മുറിയില്ല. അതുപോലെ തൊട്ടാൽ വുളു മുറിയാത്ത ആളുകളാണ്, എന്നാൽ വുളു മുറിയില്ല. അതേസമയത്ത് തൊട്ടാൽ വുളു മുറിയുന്ന കുട്ടിയാണ് എന്നിട്ട് കണ്ടാൽ ആഗ്രഹം തോന്നുന്ന നിസ്കരിക്കുമ്പോഴോ എന്താ നിസ്കരിക്കുമ്പോൾ അതുകൊണ്ടൊന്നും വുളു മുറിയൊന്നുമില്ല. നിസ്കരിക്കുമ്പോ ഒരു കുട്ടി എന്ത് ചെയ്ത് വുളു മുറിയാത്ത കുട്ടിയാന്നൊക്കെ ഉമ്മ നിസ്കരിക്കുകയാണ് അല്ലെ, ഉമ്മ നിസ്കരിക്കുകയാണ്, ഉമ്മാൻ ആര് വന്ന് തൊട്ട് കുട്ടി വന്ന് തൊട്ട് കുട്ടിയുടെ സുന്നത്ത് കല്യാണം പറ്റില്ല, അതിന് വുളു മുറിയൊന്നുമില്ല. അല്ലെങ്കിൽ സുന്നത്ത് കല്യാണം കഴിക്കാത്തൊരു കുട്ടി ഇനി സഹോദരിയെ തൊട്ട് വുളു മുറിയില്ല, അല്ലെങ്കിൽ അമ്മായിയെ തൊട്ട് അല്ലെങ്കിൽ ഇളയമാനെ തൊട്ട് അതുകൊണ്ടൊന്നും പിന്നെ വുളു മുറിയുകയില്ല. പുറത്ത് കയറിയാലും വേണ്ട, ഇനി കഴുത്തിൽ കയറിയാലും വേണ്ട, അങ്ങനെ ഒതു മുറിയില്ലാന്ന്. അതുകൊണ്ട് അതും മുതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കുട്ടികൾ നിസ്കരിക്കുമ്പോ പുറത്ത് കയറുന്നതാണല്ലേ, അതൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് പറഞ്ഞല്ലേ, പക്കേ ഉമ്മ സുജൂദിലേക്ക് പോകുമ്പോ കുട്ടികൾ പുറത്തേക്ക് ഇരിക്കുത്തിരിക്കുക അല്ലേ, അതൊക്കെ സർവ്വസാധാരണ. അതുകൊണ്ടൊന്നും ഒതു മുറിയില്ല. ഉസ്താദ്, ഞാൻ പേര് വായിക്കണ്ടല്ലേ, ഒരു സഹോദരൻ ഒരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാവാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീട് പണിയൊക്കെ വേഗം പൂർത്തിയാക്കി തരണേ. അനുയോജ്യമായ നല്ലൊരു വീട് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ വീട്ടിൽ അല്ലാഹു സമാധാനവും ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദേ, ക്ലാസ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ഹലാലായ എല്ലാ ഇശാര്യങ്ങളും നൽകട്ടെ. ഏതായാലും ശരി, നല്ലൊരു കാര്യമാണ്. ആമീൻ. ഹലാലായ എല്ലാ ഇശാര്യങ്ങൾ എന്താണ്? ഉസ്താദെ, വിത്ർ നിസ്കരിക്കുന്നതിന്റെ ശരിക്കുള്ള നിയ്യത്ത്, അതായത് അറബി ഒന്ന് പറഞ്ഞു തന്നാലും അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അറബി തന്നെ നിയ്യത്ത് വെച്ചോളന്നില്ല കേട്ടോ, അതുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല. നിയ്യത്ത് മനസ്സിൽ കരുതലാണ് നിർബന്ധം. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിയ്യത്തെ മനസ്സിൽ കരുതലാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവധത്തിൽ മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. എന്താ ഈശ്വര്യം എന്താ മനസ്സിലായി? ഐശ്വര്യല്ല, ഐശ്വര്യാണ് ഐശ്വര്യ. ആമീൻ. റഹ്മതിക യാ റഹ്മാൻ റഹീം. ഞാനത് ഇഷാറ മലയാളത്തിലെ അപ്പോ ഏതായാലേ നിയ്യത്ത് അറബിയിൽ പറയുന്ന പ്രത്യേകമായ ഒരു സുന്നത്തൊന്നല്ല. മനസ്സിൽ കരുതൽ നിർബന്ധമാണ് നിയ്യത്ത്. മനസ്സിൽ കരുതുന്നതിന് മുമ്പായിട്ട് നാവ് കൊണ്ടൊന്ന് പറയുക, അത് സുന്നത്താണ്. അല്ല, മനസ്സിൽ കരുതുന്ന നിർബന്ധമാണ്. മനസ്സിൽ കരുതുന്നതിന് മുമ്പായിട്ട് നാവ് കൊണ്ടൊന്ന് പറയുക, അത് സുന്നത്താണ്. അതെന്തിനാണത്? അത് ആദ്യം നാവ് കൊണ്ടൊന്ന് പറഞ്ഞാലേ മനസ്സിലാണ്ട് കരുതാൻ ഒരു എളുപ്പമായിട്ട് കിട്ടും. ആദ്യം ചെയ്യാൻ സ്കീകാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട്, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതിന് മുമ്പായിട്ട് നാവ് കൊണ്ടൊക്കെ ഒന്ന് പറയാല്ലേ, സ്വല്ലി ഫർളുഹുരി എന്നൊക്കെ ശരിക്കും പറയാം. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അല്ലാഹു അക്ബറിന്റെ ആ സമയത്ത് അത് മനസ്സിൽ കരുതാൻ അതൊരു എളുപ്പമാവും. അതിനുവേണ്ടിയാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പായിട്ട് നാവോണ്ടൊന്ന് പറയൽ സുന്നത്താണ് പറഞ്ഞത്. അത് ഞാൻ അറബി തന്നെ പറഞ്ഞിരുന്ന് അത് പ്രത്യേകമായ സുന്നത്തൊന്നുമില്ല. അറബി അതൊന്ന് പറയാൻ മലയാളത്തിലൊന്നും തർജുമ ചെയ്യുക, അതിന് പ്രത്യേകമായ സുന്നത്തൊന്നും അങ്ങനെ സുന്നത്തൊന്നുമില്ല.
ഇനി വേണമെങ്കിൽ അങ്ങനെ ഇത് പറഞ്ഞാൽ മതി, വിത്ർ എന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലെ, 2 റക്അത്താണ് വിത്ർ എന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇനി അറബി പറയണോ? അറബി പറയണമെങ്കിൽ തന്നെ ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈൻ ലില്ലാഹി തആല അല്ലെ, ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈൻ ലില്ലാഹി തആല. വിത്ർ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു ഞാൻ നിസ്കരിക്കുന്നു. 100 റക്അത്താണെങ്കിൽ ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൻ, റക്അത്തിന് വേണ്ട റക്അത്തൻ ലില്ലാഹി തആല. അങ്ങനൊക്കെ തന്നെ. ഉസ്താദെ, കുട്ടിക്ക് സുഖമില്ലാതായപ്പോൾ ഒരാൾ പറഞ്ഞു 11 രൂപ ബദീങ്ങളുടെ പേരിൽ നേർച്ച ആക്കാൻ. ഇപ്പോൾ സുഖം മാറി, ആ പൈസ എന്താ കാട്ടുക? ആ പൈസ കുട്ടിക്ക് സുഖമില്ലാതായപ്പോ നേർച്ചയാക്കിയാണ് ബദരീങ്ങളുടെ പേരിൽ 11 റുപ്യ. അതിനിപ്പോ ഞാൻ കുട്ടിക്ക് സുഖം ആയിട്ടുണ്ട്, ഇനിയിപ്പോ പൈസ ബദരീങ്ങൾക്ക് ഇപ്പൊ പൈസ അത് ബദരീങ്ങളുടെ പേര് സദഖ ചെയ്യുക. എന്ത് ചെയ്താലും വേണ്ട, ബദരീങ്ങൾക്ക് അതിന്റെ സവാബെത്തണം, ബദരീങ്ങൾക്ക് അതിന്റെ സവാബെത്തണം. അതിനു വേണ്ടിയുള്ള എന്ത് കാര്യം ചെയ്യാം. ആ 11 റുപ്യന്റെ വല്ല എത്തിമുട്ടികൾക്കും കൊടുക്കാതെ, എത്തിമുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ എത്തിമുട്ടികൾക്ക് 11 റുപ്യ സദഖ ചെയ്തതിന്റെ സവാബ് ആർക്ക് ലഭിക്കും? ബദരീങ്ങൾക്ക് ലഭിക്കും. അതിലെങ്കിൽ വേറെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള ആൾക്ക് കൊടുക്കാം, അപ്പോഴും തന്നെ അതിന്റെ സവാബ് ബദരീങ്ങൾക്ക് ലഭിക്കും. അതിനകത്തല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിലൊരു എന്ത് ചെയ്യാ, ബദരീങ്ങളുടെ പേരിലൊരു യാസിനെഴുതി പറഞ്ഞിട്ട് ദ്വാരപ്പിക്കുക, അയാൾക്ക് 11 റുപ്യ കൊടുക്കുക, ഏതാ ശരി. അതുകൊണ്ട് പിന്നെ ആ 11 റുപ്യ സദഖ ചെയ്യുക, അതിന്റെ സവാബ് ബദരീങ്ങൾക്ക് ലഭിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ തീർച്ചയാക്കുന്നത്. ബദരീങ്ങളുടെ പേര് തീർച്ചയാക്കാൻ പൈനാണ്. ഇതാ അമലൻ മുസല്ലി ഗൈറ മഖ്തൂൻ ഹൽ ഫീഹി ഷൈഉൻ എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. ഈ മഖ്തൂനല്ലാത്ത പിന്നെ ചേരാക്രമം ചെയ്യാത്ത കുട്ടിയെ ഒരു നിസ്കരിക്കുന്ന ആൾ ചുമന്നാല് നജസ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ, എന്നാല് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നജസോ ഇല്ല എന്നാണ് വിഷയം. ആ ചുമക്കുന്ന കുട്ടിയുടെ മേത്തെ നജസ് ഉണ്ടോ ഇല്ലേ? നജസ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നജസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അതിന് സുന്നത്ത് ജാനം കഴിച്ച കുട്ടിയാട്ടെ കഴിക്കാത്ത കുട്ടിയാവട്ടെ. ചുവന്ന കളറിലുള്ള സുറുമ ഇടുന്നത് അനുവദനീയമാണോ? സുർമ ഏതായാലും വേണ്ടില്ല, അത് കളർ ഏതായാലും വേണ്ടില്ല, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. സുർമടൽ സുന്നത്താണ്, സുർമടൽ സുന്നത്താണ്. അത് ഒറ്റയായിട്ടുള്ള പ്രത്യേകം സുന്നത്താണ്. 3, 5, 7 ഇങ്ങനെയൊക്കെ അല്ലോ. ഒരിക്കൽ ഒന്ന് വെറുതെ ആണെങ്കിൽ മറ്റേ കണ്ണിൽ ഒരിക്കൽ എഴുതുക. പിന്നെ അത് രണ്ടല്ലാതെ 2 പ്രാവശ്യം ആക്കുകയാണെങ്കിൽ പിന്നെ 3 പ്രാവശ്യം ആക്കുക, 4 പ്രാവശ്യമാണ് പിന്നെ 5. അങ്ങനെ ഒറ്റയാക്കൽ സുന്നത്താണ്. പിന്നെ കളർ ആയാലും വേണ്ടില്ല, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ സുർമിയുണ്ടാ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യുന്നതിന്റെ വിധി ഇതാണ്. അതുകൊണ്ട് വിരോധമില്ല. മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യുന്നതിന്റെ വിധി അത് ആ സത്യത്തെ ഒരാൾ സത്യം ചെയ്യുമ്പോഴേ ആ സത്യത്തെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യുക, അല്ലെങ്കിൽ മഹാന്മാരുടെ ഹദറത്തിങ്കൽ പോലെ സത്യം ചെയ്യുക. അതുകൊണ്ട് വിരോധമില്ല. അത് നമ്മുടെ ഫിഖഹിന്റെ കിതാബിൽ ആ വിഷയം പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ സ്ഥാപനത്തിന് കൊടുത്താലും വേണ്ടില്ല, ഏത് കൊടുത്താലും വേണ്ടില്ല, അത് അതിന്റെ സവാബ് പിന്നെ ആർക്കാണ് ലഭിക്കുക? ബദരീങ്ങൾക്കാണ് ലഭിക്കുക. ബദരീങ്ങൾക്ക് സവാബ് ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ ആരും വേണ്ടില്ല. ഉസ്താദെ, ഇല്ല, വലതു കൈ മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് നിസ്കരിക്കാൻ വുളൂ ചെയ്യാൻ പറ്റുന്നില്ല. പ്ലാസ്റ്ററിന് മുകളിൽ തയമ്മം ചെയ്താൽ മതിയോ? തയമ്മം ചെയ്താൽ മാത്രം പോരാ. വലത് കൈമേൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗമൊക്കെ കഴുകണം. പിന്നെ ആ പ്ലാസ്റ്ററിന്റെ മേൽ വെള്ളം കൊണ്ട് തടവുകയും വേണം. വെള്ളം കൊണ്ട് കഴുകാനല്ല, കൈ വെള്ളത്തിലൊന്ന് മുക്കിട്ടേ കൈ ചൂടാക്കിയിട്ട് ആ കൈ കൊണ്ട് എന്ത് ചെയ്യുക? ആ പ്ലാസ്റ്ററിന്റെ മേലെ തടവുക, ആ പ്ലാസ്റ്ററിന്റെ മേലെ മുഴുവൻ തടവുക. പിന്നെ എന്തു വേണം? പിന്നെ അതിന് പുറമെ തേമം ചെയ്യണം. ആ കൈ കഴുകുന്ന സമയത്ത് പിന്നെ എന്തും വേണം? തേമം ചെയ്യണം. അപ്പൊ അത് ആ കൈ കഴുകുന്നതിന് മുമ്പായാലും വേണ്ടില്ല, ശേഷമായാലും വേണ്ടില്ല. മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം
മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം ആ കൈ കഴുകുക, അല്ലെങ്കിൽ മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, തേമം ചെയ്യാം. തേമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൈ കഴുകുക, രണ്ടും ആവാം. ഏതായാലും ആ കൈ ഉണ്ടല്ലോ, ആ കൈ കഴുകുന്ന അവസരത്തിൽ പിന്നെ തേമൂടും കഴിഞ്ഞതിന് ശേഷമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തല തടവാൻ പറ്റുള്ളൂ. അപ്പൊ ആ തേമം ചെയ്യൽ ആ കൈ കഴുകുന്നതിന് മുമ്പും ആവാം ശേഷവും ആവാം. അപ്പൊ ഏതായാലും അങ്ങനെ അത് വേണം. അപ്പൊ മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ തേമം ചെയ്താണെങ്കിൽ പിന്നെ ഏറ്റവും നല്ലതല്ലേ തേമം ചെയ്യുക. തേമം ചെയ്യുമ്പോൾ എന്ത് വേണം, മുഖത്തും കൈമലും മണ്ണിലടിച്ചുകൊണ്ട് തടവണല്ലോ. അങ്ങനെ പിന്നെ തേമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ആ കൈ കഴുകുക. ആ കൈ കഴുകുമ്പോൾ എന്ത് വേണം, പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകണം. അതിനുശേഷം പ്ലാസ്റ്ററിന്റെ മേൽ വെള്ളം കൊണ്ട് തടവുകയും വേണം. പിന്നെ മുകളിൽ തേമം ചെയ്താൽ മതിയോ? തേമം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അതിന്റെ മേലെ പ്ലാസ്റ്ററിന്റെ മേലെ തന്നെയാണ് തടവാൻ പറ്റുള്ളൂല്ലോ. അതിന്റെ മേലെ തന്നെ തടവേണ്ടത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഒരു സംശയം ചോദിക്കാനാണ്. നിലമ്പൂർ കരുളായി എന്ന സ്ഥലത്തുള്ള ഒരു ഖതീബിനോട്, അതുപോട്ടെ അല്ലെ, അയാളെ പേരൊന്നും വായിക്കടിയുന്നില്ല. അപ്പൊ ഒരാൾ ആളെ പേര് ചെല്ലല്ലേ, ആ ഭാഗത്തുള്ള ഖതീബിനോട് ഒരാൾ ചോദിച്ചു, ഭാര്യയുടെ അനിയത്തിയെ ബൈക്കിന്റെ പിറകിൽ ഇരുത്തി കൊണ്ടുപോവാൻ പറ്റുമോ? അപ്പോൾ ഖതീബ് പറഞ്ഞത് ദുർദ്ദേശമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന്. ഇത് ഇത് ശരിയോ തെറ്റോ എന്നറിയാൻ താല്പര്യമുണ്ട്. തെറ്റാണില്ല. ഭാര്യന്റെ അനിയത്തിനെ തൊട്ടാൽ പോലുമുറിയല്ലോ. ഭാര്യന്റെ അനിയത്തിനെ തൊട്ടാൽ പോലുമുറി അന്യപെണ്ണല്ലേ ഭാര്യന്റെ അനിയത്തി പറഞ്ഞാല്. അന്യപെണ്ണ അവള് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പെണ്ണാണ് എങ്കിൽ, ചെറിയ കുട്ടിയൊക്കെ നിൽക്കണില്ല, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പെണ്ണാ നിൽക്കുക. എന്നാൽ അവളെ തൊടാൻ പാടില്ല എന്ന് മാത്രം. മറയില്ലാതെയും തൊടാൻ പാടില്ല, മറ കൂടാതെയും തൊടാൻ പാടില്ല. ആ ബൈക്കുമിലൊക്കെ ഇരുത്തിട്ടേ കച്ചവടത്തിനെ കൊണ്ടിടക്കുക അന്ന് പാടില്ല, ഹറാമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയല്ലേ. ഒരു അന്യ സ്ത്രീ ഉണ്ടല്ലോ, വേറെ കുടുംബമൊന്നും ഇല്ലാത്തൊരു പെണ്ണിനോടുള്ള ബന്ധത്തിനേക്കാളും അപ്പുറമാണ് പ്രശ്നമാണത്. അത് അതിനേക്കാളും പ്രശ്നം. ഇളയച്ചിട്ട് കുറച്ചവുണ്ട, ഇളവല്ല, കുറച്ച് ഗൗരവം കൂടും. അങ്ങനെ പിന്നെ ഇളയച്ചിനായിട്ട് ബന്ധമായി ഇല്ലേ, ബന്ധമായിട്ട് കുഴപ്പമുണ്ടായിട്ട് പിന്നെ അവസാനം ഇളയച്ചി ഭാര്യനെ ഒഴിവാക്കേണ്ടി വരും ചിലപ്പോ. അത് കാരണം ചിലപ്പോ ഭാര്യനെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ഒക്കെ പ്രശ്നമാണ്. ഞാൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ശരി, സംഗതി ഹറാമാണ്. പിന്നെ ഉസ്താദേ, നിസ്കാരത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണോ? പറയൽ സുന്നത്താണ്. നിസ്കാരത്തിൽ തുമ്മിയാലും അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഫാത്തിഹ ഓതുന്നതിന് ഇടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് അപ്പൊ പറയണ്ട. വലല്ലാഹിൻ പറച്ചിൽ കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്താൽ മതി, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ മതി. അതിന് മുമ്പ് അതിന്റെ ഇടയിൽ വെച്ച് പിന്നെ ചെല്ലിയാലേ ഫാത്തിഹനെ മടക്കി വരണം. കാരണം ഫാത്തിഹന്റെ ആയത്തുകൾക്കിടയിൽ അത് തൃപ്തിപ്പായിക്കൊണ്ട് അതിന്റെ ഇടയിൽ മറ്റൊന്നും വരാതെ ഓതൽ നിർബന്ധമാണ്. നിസ്കാരത്തോട് ബന്ധമില്ലാത്ത മറ്റ് ദിക്റുകളൊന്നും ഫാത്തിഹന്റെ ഇടയിൽ കൊണ്ടുവരാൻ പാടില്ല. നിസ്കാരത്തോട് ബന്ധമുള്ള ദിക്റുകൾക്കെല്ലാം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഫാത്തിഹ ഓതിയായിരുന്നു, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇമാം വലദ്ദാലിൻ എന്നത്. അപ്പൊ ആമീൻ പറയുന്ന സുന്നത്തുണ്ടല്ലോ, ആമീൻ പറയുകയൊക്കെ ചെയ്യാം. എന്താണ് കാരണം? അത് നിസ്കാരത്തോട് ബന്ധമുള്ള ദിക്റാണത്. അപ്പൊ ഞാൻ മാലിക് യൗമിദ്ദീന് ശേഷം പിന്നെ ഓതിയാൽ മതി ആമീൻ ചെല്ലൽ കഴിഞ്ഞതിന് ശേഷം. അതേസമയത്ത് നിസ്കാരത്തോട് ബന്ധമുള്ളതല്ല തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയലൊന്നും, അല്ലെങ്കിൽ ഒരാൾ സലാം ചൊല്ലി അത് പിന്നെ ബാത്തിലാവാത്ത രീതിയിൽ മടക്കുക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കോട്ടുപാട്ടും വീട്ടും അഴൽപ്പില്ലാന്ന് ചെയ്താൽ നടത്തിയും പറയാം. ഇതൊന്നും നിസ്കാരത്തിനോട് ബന്ധമല്ലല്ലോ. അപ്പൊ അതൊക്കെ ഫാത്തിഹ ഓതുന്നതിനിടയിൽ പറഞ്ഞാൽ പിന്നെ നിസ്കാരം ബാത്തിലാവുന്നില്ല. പക്ഷെ ഫാത്തിഹ എന്ത് ചെയ്യണം, മടക്കി ഓതണം, ആദ്യം ഒന്നും കൂടി ഓതണം. അതല്ലാതെ പിന്നെ പിന്നെ നിസ്കാരത്തിന് ഫാത്തിഹന്റെ എല്ലാം നിൽക്കുക, എന്നാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഫാത്തിഹന്റെ ആണെങ്കിൽ തന്നെ മടക്കി ഓതി മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നിസ്കാരം ബാത്തിലാവുന്നില്ല. നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സുന്നത്ത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ ഉമ്മാക്ക് സുഖമില്ല, ദുആ ചെയ്യണം. അഭ്യർത്ഥികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ഉമ്മാക്ക് എന്ത് അസുഖമാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. اللهم اشفها شفاء تاما لا يغادر سقما ولا ألما بحق سيدنا محمد صلى الله عليه وسلم. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഫർദ് നിസ്കാരത്തിന്റെ നിയത്ത് അറബിയിൽ പറഞ്ഞു മലയാളം പറഞ്ഞില്ല, എന്നാൽ നിസ്കാരം സഹിയാകുമോ? പടച്ചോനെ, ഒരു തീരെ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം സഹിയാകുന്നു.
അറബിയിൽ പറഞ്ഞില്ല, മലയാളത്തിൽ മാത്രം പറഞ്ഞ്, എന്നാലും സഹിയാകും. അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം പറഞ്ഞ് അറബിയിൽ പറഞ്ഞില്ല, എന്നാലൊക്കെ സഹിയാകും. അതിനൊന്നും കുഴപ്പമില്ല. ഇനി തീരെ പറഞ്ഞില്ല, ഒരു ഭാഷയിലും പറഞ്ഞില്ല, മനസ്സിൽ കരുതിയിട്ടുണ്ട്, എന്നാലും സഹിയാകും. നേരെ മറിച്ച് മനസ്സിൽ കരുതിയിട്ടില്ല, വെറും നാവുകൊണ്ട് പത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എന്നാൽ സാധനം സഹിയാവുകയും ഇല്ല. മനസ്സിലായിണ്ടാവൂലല്ലേ? ഉസ്താദെ, ഭാര്യയ്ക്ക് ഗർഭധാരം ഉണ്ടായ ഉടനെ ആദ്യ മാസങ്ങളിൽ ലൈംഗികബന്ധം പാടില്ലെന്ന് ശരിയാണോ? ഒരു ശരിയല്ല. എപ്പോഴും ലൈംഗിക ബന്ധത്തിലാവാം. അങ്ങനെ ബന്ധപ്പെടുന്നത് കൊണ്ട് മതപരമായോ ആരോഗ്യപരമായോ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. ഭാര്യയ്ക്ക് ഗർഭം ധരിച്ചിട്ട് ആദ്യ മാസങ്ങളിൽ അവളോട് ബന്ധപ്പെടുന്നതിന് മതപരമായി യാതൊരു കുഴപ്പമില്ല. ഇനി ആരോഗ്യപരമായ കുഴപ്പമുണ്ടോ നമുക്കറിയില്ലോ, ഡോക്ടർമാരാണ് അതൊക്കെ പറയേണ്ടത്. പക്ഷെ ഇന്നേ വരെ ഡോക്ടറാണ് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലല്ലേ. ഇത് ഹവാബ് പിന്നെ ആദ്നബിനെ ഹവാബുവിനെ പെറ്റതല്ല അല്ലെ, വേറെ മനുഷ്യന്മാർ സകല മനുഷ്യന്മാർ പെറ്റുണ്ടായത് തന്നെയാണ് അവിടെ. ഈസാ നബിനടക്കം ആദ്നബി അലൈഹി ഇസ്ലാമിനെ ആരും പ്രസവിച്ചതല്ല, ഹവാബിയെയും ആരും പ്രസവിച്ചതല്ല. ബാക്കിയുള്ള ലോകത്തുള്ള സകല മനുഷ്യനും പൊന്നു വെച്ചുണ്ടായത് തന്നെയാണ് ഇപ്പൊക്കെ. അപ്പൊ അതുവരെയൊക്കെ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല. കുഴപ്പമൊന്നും ചെയ്തുകൊണ്ടൊന്നും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മുസഹഫ് തൊട്ട് സത്യം നേരത്തെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്തും അവിടെ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്താവട്ടെ, ഏത് നിയ്യത്താണ് ശരി, നാവുകൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സിൽ കരുതാൻ നിർബന്ധം. ഇനി തീരെ പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അറബി പറഞ്ഞ് മലയാളത്തിൽ പിന്നെ അതിന് തെർജുമ ചെയ്യില്ല, എന്നാലും സഹിയാകും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉസ്താദെ, ഹാജത്ത് നിസ്കാരം എങ്ങനെ ആണ് നിസ്കരിക്കേണ്ടത്? അതിന്റെ നിയ്യത്തും ദുആയും ഒന്ന് പറഞ്ഞു തരുമോ? ഇന്നലെ നമ്മൾ പറഞ്ഞില്ല ഹാജത്ത് നിസ്കാരത്തിനെ കുറിച്ചല്ലേ? അല്ല, ഇന്നലെ അത് പറഞ്ഞല്ലോ. ഹാജത്ത് നിസ്കാരം എന്ന നിസ്കാരത്തിനെ കുറിച്ച് അത് 12 റക്അത്താണ്, 2 റക്അത്താണ് അഭിപ്രായം ഉണ്ട്. അതെല്ലാം ഒരു 12 റക്അത്താണ്. അതിന്റെ പല നിരക്കുണ്ട്. ഹാജത്ത് നിസ്കാരം പല നിരക്കും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നര നില പറഞ്ഞത് 2 റക്അത്ത് മാത്രം നിസ്കരിക്കുക, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നത് ഹാജത്തൊക്കെ കൂട്ടി തരാനുണ്ട്. നിയ്യത്ത് എന്താണ്? ഹാജത്ത് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഹാജത്ത് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്ന നിയ്യത്തോട് കൂട്ടി നിസ്കരിക്കുക. സൂറത്ത് ഏത് ഓതിയാലും വേണ്ടില്ല. അങ്ങനെ ഒരു രൂപം നമ്മൾ പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ശേഷം ഭർത്താവിനോട് ദുആക്കുക, ഭർത്താവിനെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരണേന്നൊക്കെ ദുആ ചെയ്യാം. ഇനി വേറൊന്നും നില പറഞ്ഞില്ലേ, അത് 12 റക്അത്ത് നിസ്കരിക്കുക. അതിൽ എല്ലാ റക്അത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുക, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. എന്നിട്ട് പിന്നെ അവസാനത്തെ റക്അത്തിലെ സുജൂദിൽ അല്ലെങ്കിൽ എല്ലാ സുജൂദിലും ചില പ്രത്യേക ദുആകളൊക്കെ ഇന്നലെ പറഞ്ഞത് എനിക്ക് കാണാൻ അത് അറിയുന്നില്ല. അപ്പൊ ഇന്നലെ കിതാബിൽ ഉണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അത് പിന്നെ ഇവിടെ നമ്മളിന്നലെ ബസ് ചെയ്യുകയും ചെയ്തിരുന്നല്ലേ. അപ്പൊ അത് വേറെ രൂപമാണ്. ഹാജത്ത് നിസ്കാരം ഇപ്പൊ നമ്മൾ നിസ്കരിക്കണം. ഞാൻ ഖുതുബിയത്തിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഹാജത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഹാജത്ത് നിസ്കാരേ ഖുതുബിയത്തിൽ 12 റക്അത്ത് നിസ്കരിച്ചുള്ള ഖുതുബിയത്തിലെ ചൊല്ലിയിട്ടുണ്ട്. അപ്പോ ഉള്ള ഹാജത്ത് നിസ്കാരമല്ലോ, അതൊക്കെ നടത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇനി വേറെ ഇതുണ്ടല്ലോ അവിടെ, അയാൾ വേറെ തന്നെ ഉണ്ട് അവിടെ. പിന്നെ പറഞ്ഞു തരുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് വേറെയാണ്. വേറെ PM ഞാൻ കണ്ടിരുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോ നോക്കാം. അപ്പൊ അത് തന്നെ. അപ്പൊ ഹൈറിനെ തേടിയുള്ള നിസ്കാരം വേറെയാണോ? അതും ഒന്ന് പറഞ്ഞു തരുമോ? അതാണ് ഹൈറിനെ തേടിയുള്ള നിസ്കാരം. ഹൈറിനെ തേടിയ നിസ്കാരം എന്ന് പറഞ്ഞാലേ ഒരു കാര്യം ഉദ്ദേശിക്കുകയാണ്, ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നു, അത് ഹൈറാണോ അല്ലേ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഒരു അറിവ് ലഭിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരം ഹൈറിനെ തേടിയുള്ള നിസ്കാരം. ഇസ്തിഖാറത്ത് നിസ്കാരം എന്നറിയണം. ഇസ്തിഖാറത്ത് നിസ്കാരം അതിനറിയാം. അത് 2 റക്അത്താണ്. ഇസ്തിഖാറത്ത് നിസ്കാരം അത് 2 റക്അത്താണ്. അതിൽ വജഹത്ത് ഓതി കഴിഞ്ഞ സുന്നത്താണ്. വജഹത്ത് സുന്നത്താണ്. പിന്നെ ഫാത്തിഹ ഓതി കഴിഞ്ഞ ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക. ആദ്യ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അത് നിയ്യത്ത് തന്നെയാണ്. ഇസ്തിഖാറ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഈ ഹൈറിനെ തേടിക്കൊണ്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുവിലേക്ക് കൊണ്ട് നിസ്കരിക്കുന്നു മലയാളത്തിൽ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ നിസ്കരിക്കുക. നിസ്കാരം സലാം കൂടി കഴിഞ്ഞ ശേഷം ദുആ ചെയ്യാം. അള്ളാഹുവേ,
ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് ദുനിയാവിൽക്കും ആഖിറത്തിൽക്കും ഖൈറാണ് എങ്കിൽ അത് നീ ഹാസിലാക്കി തരികയും അതിന്റെ മാർഗങ്ങളൊക്കെ എനിക്ക് നീ എളുപ്പമാക്കി തരും ചെയ്യണേ. അതുകൊണ്ട് എന്നെ നീ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണേ. ഇനി ഖൈറല്ല എങ്കിൽ ഇതിൽ നിന്ന് എന്നെ നീ ഒഴിവാക്കുകയും ഖൈർ ഏതോ അത് എനിക്ക് നീ നൽകുകയും ചെയ്യണേ എന്ന് ദുആ ചെയ്യും. അതാണ് ഇപ്പൊ ഇസ്തിഖാറത്ത് സുന്നത്സ്കാരം. അത് ഒരു കാര്യം, അത് സുന്നത്താവലെ അത് ഒരു കാര്യം ഉദ്ദേശിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പെണ്ണിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഒരു മനസ്സിലൊരു സംശയം, ഒരു ഇതിങ്ങനെ ഇപ്പൊ പെണ്ണിട്ടില് ഖൈറാണോ അതെങ്കിൽ തന്നെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് മതിയോ എന്നിങ്ങനെ ഒരു ഇതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഒരു ഇസ്തിഖാറത്ത് നിസ്കരിക്കുക. എന്നിട്ട് പടച്ചവനോട് പിന്നെ ദുആ ചെയ്യുക. പടച്ചവനെ ഞാൻ ഇപ്പൊ തന്നെ പെണ്ണിട്ടാൽ എനിക്ക് ദുനിയാവിൽക്കും ആഖിറത്തിലേക്കും ഖൈറാണെങ്കിൽ അത് നീ ശരിയാക്കി തരണേ, അതിന്റെ മാർഗങ്ങളൊക്കെ നിൽപ്പമാക്കി തരണേ. അതല്ല ഇപ്പൊ വിവാഹം കഴിക്കാൻ എല്ലാ ഖൈറ് എങ്കിൽ എപ്പോഴാണോ ഖൈറ് ആ സമയത്ത് നീ നടത്തി തരണേ എന്നൊക്കെ ദുആ ചെയ്യുക. അതെ, അങ്ങനെ അപ്പൊ ആ സ്കാരത്തിന് ശേഷം എന്റെ മനസ്സിന് തോന്നും അപ്പൊ തന്നെ കെട്ടലാണ് നല്ലത് എന്ന് തോന്നി ഇപ്പൊ കിട്ടുക, അപ്പൊ ഖൈറായിരിക്കും. ഇനി ആ നിസ്കാരം കഴിഞ്ഞപ്പോഴും നമുക്ക് പിന്നെ സംശയം തന്നെയാണ്, ഒരു മനസ്സിനൊരു ഉറപ്പ് അപ്പോഴും കിട്ടുന്നില്ല. അപ്പൊ വീണ്ടും നിസ്കരിക്കുക. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാ, ചിലർ 3 പ്രാവശ്യം നിസ്കരിക്കുക, ചിലർ അങ്ങനെ പലരും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വീണ്ടും നിസ്കരിക്കുക. എത്ര നിസ്കരിച്ചിട്ടും അവന്റെ മനസ്സിനൊരു ഉറപ്പ് വരുന്നില്ല എന്നൊക്കെ. എന്നാലോ എത്ര നിസ്കരിച്ചിട്ടും ഒരു ഉറപ്പ് വരുന്നില്ല. എന്നാൽ എന്ത് ചെയ്യേണ്ട, മനസ്സിൽ അവൻ ആ കാര്യം ചെയ്യാതെ അല്ലാഹു തആല ഖൈറാക്കുന്ന. എത്ര നിസ്കരിച്ചിട്ട് ഒരു തീരുമാനം കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നതാണ് ചെയ്യുക, അതിൽ അല്ലാഹു ഖൈർ നൽകുന്നതാണ്. അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ അത് ഇസ്തിഖാറത്ത് നിസ്കാരം 2 റക്അത്ത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പുരികം ത്രെഡ് ചെയ്യുന്നതിന്റെ വിധി എന്ത്? അത് ഹറാമാണ്. നമ്മൾ പ്രാവശ്യം പറഞ്ഞ വിഷയമാണ്. ഹദീസിൽ പ്രത്യേകമായിട്ട് ലഅനത്ത് ചെയ്തുകൊണ്ടുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. ഈ കണ്ണിന്റെ പുരികം പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ തന്നെ കണ്ണിന്റെ പുരികം അത് വടിക്കലും ഹറാമാണ്, വെട്ടലും ഹറാമാണ്. അതിന്റെ സൈഡൊക്കെ വെട്ടിക്കൊണ്ട് ചെറുതാക്കുക അതും ഹറാമാണ്. അതെല്ലാം ഹറാമ് തന്നെയാണ്. അതേസമയത്ത് ബഹുമാന ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പുരിക വളർന്നുകൊണ്ട് അവന്റെ കണ്ണിൽ കടുക്കൊക്കെ കുത്തുണ്ട് നിൽക്കുക, അങ്ങനെ ശല്യമുണ്ട്. എന്നാൽ ആ ശല്യമുള്ളത് ഇല്ലാതാക്കാം എന്നല്ലാതെ മറ്റൊന്നും അനുവദിക്കപ്പെടുകയില്ല. ആ പുരികം കളയലും വടിക്കലും വെട്ടലും അതിന്റെ അതിനെ ഹഫീഫാക്കുക, അല്ലെ, അതിങ്ങനെ നേരിയതാക്കുക ഉണ്ടല്ലോ. ഈ പെണ്ണുകളൊക്കെയാണ് ചെയ്യാറുണ്ടല്ലോ, അതൊക്കെ ഹറാമ് തന്നെയാണ്. അത് അഭംഗിയാണ്, നമുക്ക് തോന്നുന്ന അതൊരു ഭംഗിയാണത്. അതൊരു അഭംഗിയാണത്. ആ പുരികം വേണം, അതാണ് അതിന്റെ ഭംഗി. ഹറമാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കുന്നവന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കാമോ? നിസ്കരിക്കാം. ഖസ്റാക്കി നിസ്കരിക്കുന്നവനെ തുടർന്നുകൊണ്ട് നിസ്കരിക്കാം. അപ്പൊ ളുഹർ ഖസ്റാക്കി നിസ്കരിക്കാൻ 2 റക്അത്ത് ആണ് നിസ്കരിക്കുന്നത്. മുസാഫിറായ ആളാണ്, യാത്രക്കാരനാണ്. അവനെ തുണകൊണ്ട് എന്ത് ചെയ്യാം, വേറെ ആൾക്ക് നിസ്കരിക്കാം. പക്ഷെ അയാൾ സലാം കുട്ടി കഴിഞ്ഞ ശേഷം ഇയാള് നിസ്കരിക്കണം, അയാൾക്ക് ബാക്കിയുള്ള നിസ്കരിക്കണം. അത്രയും നിസ്കരിക്കണോട് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ജമാഅത്തിന്റെ കൂലിപ്പും ചെയ്യും. എന്നാൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഖസ്റാക്കി നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ഖസ്റാക്കി നിസ്കരിക്കുന്ന ആളെ പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളെ തുറന്നാൽ പറ്റില്ല. തുറന്നാൽ പറ്റായൊന്നുമില്ല. പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരത്തിൽ നിന്ന് അല്പത്തോട് ഒരാൾ തുടർന്നു നിൽക്കുക. എന്നാൽ തന്നെ ഈ അയാൾക്ക് പിന്നെ ഖസ്റാക്കാൻ പറ്റില്ല, അയാളും പൂർണ്ണമായി നിസ്കരിക്കണം. മനസ്സിലാകുണ്ടാവുമല്ലേ? നിസ്കാരേ പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളാണ്, ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണ്. അയാളോട് തുടർന്ന് നിസ്കരിച്ചു ആര്? ഒരു മുസാഫിർ, ഒരു യാത്രക്കാരൻ. എന്നാൽ പിന്നെ അയാൾക്ക് എന്ത് പറ്റൂല, ഖസ്റാക്കാൻ പറ്റൂല. അയാളും ആ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കണം. അത് അല്പം മാത്രം അയാളോട് അത്തഹിയാത്തിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ നിൽക്കും, എന്നാലും ശരി. ആ പൂർത്തിയായി നിസ്കരിക്കുന്ന ആളോട് 1 റക്അത്ത് മാത്രമേ പിന്നെ ഇവൻക്ക് അയാളുടെ കൂടെ കിട്ടിയിട്ടുള്ളൂ, എന്നാലും ശരി. അല്ലെങ്കിൽ 1 റക്അത്തും കിട്ടിയിട്ടില്ല, എന്നാലും ശരി. അയാളുടെ നിസ്കാരത്തിൽ നിന്ന് അല്പം ഭാഗത്തോട് ഇവൻ തുറന്നാൽ അപ്പോൾ ഇവനും പിന്നെ പൂർത്തിയായിട്ട് നിസ്കരിക്കണം. നിസ്കാരമൊക്കെ സഹിയാകും, പക്ഷെ പൂർത്തിയായിട്ട് നിസ്കരിക്കണം. ചോദ്യം പറയലട്ടോ, ചോദ്യമുള്ളത് ഖസ്റാക്കി നിസ്കരിക്കുന്ന ആൾ തുറന്ന് നിസ്കരിക്കാൻ പോകണം. ഖസ്റാക്കി നിസ്കരിക്കുന്ന ആളോട് പൂർത്തിയായി നിസ്കരിക്കുന്ന ആൾക്ക് തുറന്ന് നിസ്കരിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, അസ്ർ നിസ്കാരം മഗ്‌രിബിലേക്ക് ജംആക്കി നിസ്കരിക്കാമോ? പറ്റൂല. ളുഹറും അസ്റും കൂടി ജംആക്കാം. ളുഹറും അസ്റും കൂടി ളുഹറിന്റെ സമയത്തും ജംആക്കി നിസ്കരിക്കാം, അസ്റിന്റെ സമയത്തും നിസ്കരിക്കാം. അസ്റും മഗ്‌രിബും കൂടി ജംആക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഇശയും സുബ്ഹിയും കൂടി ജംആക്കാൻ അതും പറ്റൂല. മൂന്നാമത്തെ ചോദ്യം, ജംഅ്
ജംഅക്കുന്ന നിസ്കാരം ഖസ്റാക്കാൻ പറ്റുമോ? ജംഅക്കുന്ന എല്ലാ നിസ്കാരം ഖസ്റാക്കാൻ പറ്റൂല. 4 റക്അത്തുള്ള നിസ്കാരങ്ങളൊക്കെ ഖസ്റാക്കി നിസ്കരിക്കാം. ളുഹർ, അസ്ർ, ഇശ, ഇതാണ് 4 റക്അത്ത്. അത് 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതാണ് ഖസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയും. അതേസമയത്ത് ജംഅക്കാൻ പറ്റുന്ന നിസ്കാരം ഇപ്പൊ മഗ്രിബ് ഇല്ലേ, ഇവിടെ അത് മഗ്രിബ് ഖസ്റാക്കാൻ പറ്റൂല. അപ്പൊ 4 റക്അത്ത് നിസ്കാരങ്ങളൊക്കെ ഖസ്റാക്കി നിസ്കരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുമ്പ് നഷ്ടപ്പെട്ട നിസ്കാരത്തിന് എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത്? മുമ്പ് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ എന്താ ചെയ്യണ? നിസ്കാരങ്ങളൊക്കെ ഖളാ തന്നെ. എത്ര നിസ്കാരമാണ് ഖളാ ആയത് അതെല്ലാം ഖളാ കൂട്ടുക. എത്രയെന്ന് അറിയുന്നില്ലെങ്കിൽ എത്രയെന്ന് അറിയില്ല നിൽക്കുക. എന്നാൽ അയാൾക്ക് ഒരു ഉറപ്പ് വരുന്നവരേക്കും നിസ്കരിക്കുക. എനിക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം എനിക്ക് ഖളാ ആയി പോയ നിസ്കാരങ്ങളൊക്കെ ഞാൻ ഖളാ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അയാൾക്കൊരു ഉറപ്പ് വരുമല്ലോ, അത്രയും നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാൾ സലാം മാത്രം പറഞ്ഞാൽ അത് മടക്കേണ്ടതുണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞത് അതിന്റെ പൂർണ്ണമായ മസല. അതിന്റെ പൂർണ്ണമായ മസല എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ അല്ലേ, ഒരാൾ പിന്നെ സലാം ചെല്ലലേ, എങ്ങനെ സലാം ചെല്ലിയാലാണ് സലാം ആവുക അല്ലെ? അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ സലാമുൻ അലൈക്കും അല്ലെങ്കിൽ അലൈക്കുമുസ്സലാം, ഈ 3 രൂപവും സലാമിന്റെ രൂപങ്ങളാണ്. അസ്സലാമു അലൈക്കും അതൊരു രൂപമാണ്. അതല്ലോ സലാമുൻ അലൈക്കും, അലിഫ്ലാമില്ലാതെ സലാമുൻ അലൈക്കും. 3ാമത്തെ രൂപമാണ് അലൈക്കും അലൈക്കുമുസ്സലാം. സലാം ചെല്ലല്ലേ അങ്ങനെ അലൈക്കുമുസ്സലാം അല്ലെങ്കിൽ അലൈക്കസ്സലാം. ഇതൊക്കെ എന്ത് ചെയ്യാൻ, ഇങ്ങനൊക്കെ സലാം ചൊല്ലി നിൽക്കുക. ഇങ്ങനൊക്കെ സലാം ചൊല്ലിയാലും സലാമിന്റെ കൂലി കിട്ടും. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ആ മടക്കൽ നിർബന്ധവുമാണ്. നേരെ മറ്റേ ഒരാൾ സലാം മാത്രം പറഞ്ഞു നിൽക്കുക, സലാം എന്നാലും മടക്കൽ നിർബന്ധമില്ല. സലാമില്ല അങ്ങനെ പറഞ്ഞാൽ സലാമിന്റെ കൂലി കിട്ടൂല. പിന്നെ അത് ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് മടക്കലും നിർബന്ധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുനൂത്ത് ഓതുമ്പോൾ കൈ ഉയർത്തണമെന്നുണ്ടോ? ഉയർത്തണം നിർബന്ധമില്ല, സുന്നത്താണ്. ഉയർത്തണം നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാമോ? ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാൻ പറ്റൂല. ഇന്ന് നിലവിലുള്ള സകല ഷെയർ മാർക്കറ്റുകളും ഹറാമായ രീതിയിലുള്ളതാണ്. ഒരാൾ കച്ചവടം ചെയ്യുമ്പോഴേ അയാൾ പിന്നെ പല നിബന്ധനകളുണ്ട് അതിന്. ഞാൻ എന്ത് കച്ചവടത്തിലാണ് ഞാൻ പങ്കുകാരനായിട്ടുള്ളത് എന്നാൽ അറിയണം. ആ കച്ചവടത്തിൽ എന്റെ ശതമാനം എത്രയാണ് എന്ന് അയാൾക്ക് അറിയണം. അതുപോലെ തന്നെ ആ കച്ചവടത്തിന്റെ പിന്നെ അതിന്റെ ക്രയവിക്രയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹലാലായ രീതിയിലാണോ അല്ലേ എന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയണം. അങ്ങനെയുള്ള അതിൽ യാതൊരു ഊഹാപോഹങ്ങളും ഉണ്ടാകരുത്. കാര്യമൊക്കെ വളരെ വ്യക്തമാവുകയും വേണം. അങ്ങനെയുള്ള കച്ചവടങ്ങൾ മാത്രമേ കൂടാൻ പറ്റുള്ളൂ. ഇന്നുള്ള ഷെയർ മാർക്കറ്റുകളൊന്നും ആ രീതിയിലല്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ ഒന്നും പറഞ്ഞാലും മൊത്തത്തില് ഇന്ന് പിന്നെ അതുപോലെ തന്നെ അതിൽ പങ്കു ചേരുന്ന എല്ലാവരുടെയും പിന്നെ ലാഭം ഒരേ രീതിയിലാവുകയും വേണം. ഓരോരുത്തരും ഇറക്കിയ സംഖ്യയുടെ ശതമാനം അനുസരിച്ച് എല്ലാവർക്കും ലാഭം കിട്ടുകയും. ഉദാഹരണം പറയുകയാണെങ്കിൽ അതില് പിന്നെ ഒരാൾ 2% ഒരാൾ പൈസ ഉള്ളത്, വേറെ ആളെ പിന്നെ 10%, വേറെ ആളെ 20%, ഇങ്ങനെയൊക്കെയാണ് അതിൽ പണമുള്ളത്. അപ്പൊ 20% പണം അടച്ച ആൾക്ക് ലാഭത്തിന്റെ 20% കിട്ടണം. 10% അടച്ച ആൾക്ക് ലാഭത്തിന്റെ 10%. 2% മാത്രമേ അയാളെ പൈസയിലുള്ളൂ. അപ്പൊ ലാഭത്തിന്റെയും 2%. അതുപോലെ തന്നെ നഷ്ടം, ആ കച്ചവടം നഷ്ടത്തിലായി നിൽക്കുക. എന്നാലും ഈ ശതമാനം അനുസരിച്ച് തന്നെയാണ് ആ നഷ്ടവും ഓരോരുത്തരും പിന്നെ വഹിക്കേണ്ടി വരിക. അതേസമയത്ത് ഇന്നുള്ള സകല ഷെയർ മാർക്കറ്റുകളിലും ഉള്ളത് ആദ്യം അത് തുടങ്ങുമ്പോൾ അതിൽ പങ്കെടുത്ത കുറെ ആളുകളുണ്ടല്ലോ, അവർക്ക് അതിന് നഷ്ടം സംഭവിക്കുകയില്ല എന്നാ. അതിനുശേഷമുള്ള ആളുകൾക്കാണ് അതിന്റെ നഷ്ടം. അതുപോലെ തന്നെ വേറെ ചില ഷെയർ മാർക്കറ്റുകളൊക്കെ ആദ്യം അതിന്റെ എന്താണ് പറയല്, അതിന്റെ പിന്നെ അതിന്റെ സ്ഥാപിത പാർട്ട്ണർമാരുണ്ടല്ലോ, ആ സ്ഥാപിത കാലത്തെ പാർട്ട്ണർമാരായ ആളുകൾ, അവർക്ക് കുറച്ച് കൂടുതൽ ലാഭം. അതിനുശേഷം പിന്നെ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം പാർട്ട്ണർമാരായ ആളുകൾക്ക് അത്ര ശതമാനം ലാഭം ഇല്ലാത്ത അത്തരം പിന്നെ ബിസിനസ്സുകളൊക്കെ ഹറാമാണ്, അതൊന്നും സഹിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ള അറിയപ്പെട്ടിടത്തോളം ഉള്ള ഷെയർ മാർക്കറ്റുകളൊന്നും അനുവദിക്കപ്പെടുന്നതല്ല, ഹറാമായ രീതിയിലുള്ളത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, ഇസ്ലാം ഓൺ വെബ്, നമ്മളെ ഇസ്ലാം ഓൺ വെബ് അല്ലേ, ഇസ്ലാം വെബ് അല്ലേ നമ്മുടേത്, പിന്നെ അതിലുണ്ട്. അതിന്റെ അത് വായിക്കുക നിങ്ങൾ, അവിടെ അത് സന്ദർശിക്കുക.
അപ്പൊ അതിനെല്ലാ വശങ്ങളും ഏകദേശം അതിന്റെ വശങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇസ്ലാം ഓൺ വെബ് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് പ്ലേസ് അതിന് ഇസ്ലാം ഓൺ വെബ് .net ഉണ്ട്, പിന്നെ .net തന്നെ ഉള്ളല്ലേ. അപ്പൊ അതിൽ പോയിട്ടുണ്ടെങ്കിലേ അത് സംബന്ധമായ ഒരുവിധം വിവരങ്ങളൊക്കെ കിട്ടും. ഇനി കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ലഭിക്കുന്നതാണ്. അതിൽ ധാരാളം ലേഖനങ്ങളുണ്ട്, ഈ വക ബിസിനസ് സംബന്ധമായ ധാരാളം ലേഖനങ്ങളുണ്ട്, അതൊക്കെ വായിക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സഹീബിന്റെ സുജൂദിൽ ഓതേണ്ടത് എന്താണ്? സഹീബിന്റെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി സാധാരണ നമ്മൾ സുജൂദ് ചൊല്ലാറുള്ള അതുണ്ടല്ലോ, അതും ചൊല്ലാം. അതിൽ സുബ്ഹാന ലാ യനാമു വലാ യസ്ഹു എന്നും പറയാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന് സാധാരണ സുജൂദിൽ ചൊല്ലാറുള്ളത് ചൊല്ലാം. അതല്ലെങ്കിൽ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്നും പറയാം. ഇനി ഒരാൾക്ക് അറിഞ്ഞില്ല ചെല്ലില്ല നിൽക്കുക, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നും ചെല്ലില്ല നിൽക്കുക, ഒന്നും ചെല്ലെങ്കിൽ സുജൂദ് സഹിയാവുകയും ചെയ്യും. സാധാരണ സുജൂദും അങ്ങനെ തന്നെയാണ്. സാധാരണ സുജൂദിലും പിന്നെ റുക്കൂലൊക്കെ ചെല്ലാനുള്ളതൊന്നും നിർബന്ധമുള്ള എല്ലാവർക്കും സുന്നത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണോ? ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധം സുന്നത്താണ്. സഹ്വിന്റെ സുജൂദേ നിർബന്ധമല്ല, സുന്നത്താണ്. അപ്പൊ ഖുനൂത്ത് നീ കടികൂട്ടി ഓതില്ല, അതിൽ മറന്നുകൂടെ ഓതില്ല, എങ്ങനെയായാലും സഹ്വിന്റെ സുജൂദ് നിർബന്ധമല്ല, സുന്നത്താണ്. ഉപ്പാന്റെയും മൂത്തമ്മാന്റെയും അസുഖം ശിഫയാവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ. അവർക്ക് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ത്വാഅത്തിലായി ആഫിയത്തോടു കൂടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. 17 വയസ്സായ മകനുണ്ട്. ശരി, മകനുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടാണ്, ബുദ്ധി കുറവാണ്. അവന്റെ കാര്യങ്ങൾ ആരുടെ സഹായവും ഇല്ലാതെ ആവാൻ ചെയ്യാൻ ദുആ ചെയ്യണം പടച്ചോൻ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സങ്കടം കൂടുതല്. 17 വയസ്സായ എന്റെ ഒരു സ്നേഹിതന്റെ ഒരു കുട്ടീന്റെ ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ പിന്നെക്കാൾ ഒരു വയസ്സൊക്കെ കൂടുതലായിരിക്കും, 1-2 വയസ്സൊക്കെ കൂടുതലായ ഒരാള്. അവൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 2 കൊല്ലമായപ്പോഴിന് പിന്നെ അവനൊരു പെൺകുട്ടി ഉണ്ടായി. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. ആ പെൺകുട്ടിക്ക് ഒരു 18 വയസ്സായ സമയത്ത് ആ പെൺകുട്ടിനെ പെട്ടതിന് ശേഷം പിന്നെ പ്രസവ ആദ്യത്തെ അവളെ വീട്ടിലായിരിക്കുമല്ലോ, പെണ്ണിന്റെ വീട്ടിലായിരിക്കുമല്ലോ. പിന്നെ ആ കുട്ടിനെ കണ്ട് കുട്ടി കൊണ്ടുവരുമല്ലോ. അതിനുശേഷം അവള് പിന്നെ അവളെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ വീട്ടിൽ പോയിട്ടില്ല. കാരണം പോകാൻ പറ്റിയ ഈ കുട്ടിക്ക് അന്ന് നമുക്ക് അസുഖമാണ്. ഈ കുട്ടിക്ക് അന്ന് ഞാൻ അറിയുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു 10-20 വയസ്സായിട്ടുണ്ട്. 20 വയസ്സായ ഒരു പെൺകുട്ടി, നല്ല ചേടും ചുരുക്കൊക്കെ ഉള്ള നല്ലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒന്നും ഇങ്ങനെ കെടുക്കാതെ മാത്രം അറിയും. ഇങ്ങനെ കെടുക്കുക തന്നെ, വേറൊന്നിനും സാധിക്കൂല. ചോറോ കഞ്ഞൊക്കെ വാരി കൊടുത്താൽ കഴിക്കും. പിന്നെ മറ്റു മലമൂത്ര വിസർജനൊക്കെ എടുക്കണോടത്താണ് ചെയ്യും. എന്നിട്ട് അത് വൃത്തിയിലെ അങ്ങനത്തെ ഒരു ഇപ്പൊ ആ കുട്ടി ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അത് കേൾക്കാൻ തന്നെ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അത്തരം വിഷമങ്ങൾ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഈ 17 വയസ്സായ ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അഖലും വിവേകവും ബുദ്ധിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. നടക്കാനൊക്കെ കഴിവ്, അത്യാവശ്യത്തിന് നടക്കാനൊക്കെ കഴിവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാ നബിമാരുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെയും മലായികത്തിന്റെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളുടെ ഹക്ക് കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കട്ടെ. സർവശക്തനായ അല്ലാഹുവേ, നിന്റെ മഹദായ ഫദ്ൽ കൊണ്ട് ആ കുട്ടിക്ക് നീ നടക്കാനും ഒക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് നൽകണേ. സർവശക്തനായ അല്ലാഹുവേ, നിന്റെ മഹദായ ഫദ്ൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നിന്റെ സകലമായ